ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മളൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഓക്കെ, ഏതായാലും ഇന്ന് വേറെ ഒന്നുമല്ല, നമുക്ക് AFCയുടെ വന്നേക്കുന്ന അതിലെ നമ്മുടെ ബ്ലിറ്റ്സ് സണ്ണാണ്. നമ്മുടെ 6955 കോയിനുണ്ട്. ഞാൻ 100 കോയിൻ കുറച്ച് ട്രൈ ചെയ്തിരുന്നു, അതിലൊന്നും കിട്ടിയില്ല. ഏതായാലും നമുക്ക് 900 ഒരു ട്രൈയും എടുത്ത് നോക്കാം. കിട്ടട്ടെ. ഏതായാലും ഉള്ള കോയിന് കറക്റ്റ് നോക്കാം. കിട്ടിയാൽ കൊള്ളാം. എനിക്ക് വേണമെന്നുണ്ട് ഈ കാർഡ്. എന്നുവെച്ചാൽ മെയിനായിട്ട് എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം വന്നൊരു ഹൈലൈറ്റ് കാർഡ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആരാന്നറിയില്ല. ഞാനത് സണ്ണിൻ്റെ കാര്യം ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സണ്ണാണെങ്കിൽ ഹാപ്പി. നമ്പർ 7 റെഡ് ജേഴ്സി. ഓക്കെ സണ്ണാണ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 900 തന്നെ നമുക്ക് സണ്ണിനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് 1900 സ്പിന്നിൽ തന്നെ. സണ്ണിൻ്റെ ബ്ലിറ്റ്സ് നമുക്കറിയാമല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലിറ്റ്സ്കറിലാണ്. അതായത് വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ ഉള്ള ഒരു പ്ലെയറാണ്. 2 ഫുട്ടിനും നമുക്ക് ബ്ലിറ്റ്സ് ജയിക്കാൻ പറ്റും. മെസ്സിക്ക് വീക്ക് ഫുട്ട് ആക്യുറസി കുറവാണ്. ഓക്കെ, നമുക്കേതായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്കൊരു പ്ലെയറും കൂടെ വേണമെന്നുണ്ട്. വേറെ ആരുമല്ല, നമുക്ക് നാഷണൽ ടീം ൻ്റെ മിഡ്ഫീൽഡ് പാക്ക് വന്നേക്കുന്നത് നെദ്വത്താണ്. എൻ്റെ നെദ്വത്തിൻ്റെ കാർഡില്ല. ഞാൻ പണ്ട് പെസ്സിലൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. ഐക്കോണിക് ലെജൻഡൊക്കെ ഉണ്ടായിരുന്നു, സീനായിരുന്നു. ഇത്തവണ മുന്നേ ഒരു ഹോൾ പ്ലെയറൊക്കെ വന്ന് നല്ല സീൻ കാർഡാണെന്ന് കിട്ടിയവരൊക്കെ പറയുന്നത് കണ്ടു. അതിൻ്റെ കയ്യിലില്ല. പിന്നെ ഇത് ബോക്സ് ടു ബോക്സ് ആണ് വന്നേക്കുന്നത്. മെയിനായിട്ട് ബോക്സ് ടു ബോക്സ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് CMF ആയിട്ടും കളിപ്പിക്കാൻ പറ്റും, ഒരുപാട് പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റും. പിന്നെ ഡിഫൻസീവ് പരമായിട്ട് ഇച്ചിരി എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ കാർഡിലുണ്ടെന്ന്. കുറച്ചുകൂടെ യങ് കാർഡാണ്. 106 ഓവറോൾ പോകുന്ന കാർഡാണിത്. ഓക്കെ, ഏതായാലും നമുക്ക് അതും കൂടെ കിട്ടിയ ഹാപ്പി. 900 സ്പിന്ന് നോക്കാം. ഏതായാലും ഫസ്റ്റ് സ്പിന്നത്തിൻ്റെ അത് കിട്ടിയോണ്ട് കുറച്ച് കോയിൻ ബാക്കിയുണ്ട്. ഏതായാലും നോക്കാം. അതൊന്നുമില്ല, ഉള്ളിൽ പച്ച കത്തിയെന്ന് തോന്നുന്നു. ഏതോ ഹൈലൈറ്റ് കാർഡ് ആവാനാണ് വഴി. അതെ, ബെൽജിയത്തിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് വേണ്ടത് എപ്പിക്കാണ്, നമുക്കറിയാലോ. ഓക്കെ, 2 ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. നമുക്ക് അടുത്ത സ്പിൻ എടുക്കാം. 900 ഉള്ളിൽ വീണ്ടും പച്ച മാറി മഞ്ഞയായി ബഗ്ഗൊക്കെ അടിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ഇല്ല, പച്ച തന്നെയാണ്. വീണ്ടും ഏതോ ഹൈലൈറ്റ് ആണ്. ഓക്കെ, ക്രൊയേഷ്യയുടെ ഏതോ ഒരു AMF ആണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്പിൻ എടുക്കാം. നെത്തത്തിന് തന്നെ കിട്ടുമോയെന്നറിയില്ല. വീണ്ടും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഒട്ടാവിയോ പോർച്ചുഗലിൻ്റെ കോയിൻ തീരുന്നുണ്ട്. നമുക്ക് ആരെയും കിട്ടുന്നില്ല. അടുത്ത 900. ഓക്കെ, ഇത് പ്രത്യേകിച്ച് കളറൊന്നും വന്നിട്ടില്ല. സ്കിപ്പ് ചെയ്യാം. ഗ്രിസ്മാൻ്റെ ബേസ് കാർഡ്. ഓക്കെ, 2 സ്പിന്നോടെ എടുക്കാം. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, എപ്പിക്കാണ്. ഇനി ആരാന്ന് അറിഞ്ഞാൽ മതി. കുറച്ച് ലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നെത്വത്ത് ആയിരുന്നെങ്കിൽ നമ്മുടെ പാക്ക് ഓപ്പണിങ് കഴിഞ്ഞു. അതെ, നെത്വത്താണ്. ഓക്കെ, കൊണാമി ഏതായാലും നമ്മളെ തേച്ചില്ല. നെത്വത്തിന് കിട്ടിയിട്ടുണ്ട്. 1000 കോയിൻ ബാക്കിയുണ്ട് പാക്ക് ഓപ്പണിങ്. എനിക്ക് ഈ ഒരൊറ്റ പ്ലെയർ മാത്രം ഇതിൽ നിന്ന് മതിയായിരുന്നു. ടാർഗറ്റ് അപ്പോൾ 2 ടാർഗറ്റ് നമുക്ക് ഈ 6000 സംതിങ് കോയിനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 250 പ്ലെയേഴ്സ് വരും. 150, 100 അങ്ങനെ മതി. ഏതായാലും നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഹാപ്പി. ഏതായാലും കോയിൻ ഇത്രയും കൊണ്ടുപോയെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ തന്നെ തന്നു. ഏതായാലും കളിപ്പിച്ച് നോക്കിയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. പിന്നെ ഞാൻ പറയാവുന്നത്, നേരത്തെ പറഞ്ഞത്, എൻ്റെ കയ്യിൽ മുന്നേ സണ്ണിൻ്റെ ഒരു കാർഡുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം AFCയിൽ വന്ന കാർഡ്. ഹൈലൈറ്റ് ഒന്നുമല്ല, അത് സാധാ ഷോർട്ട് ടൈം അല്ല, സാധാ ഒരു ഹൈലൈറ്റ് കാർഡാണ്. 100 ഓവറോൾ പോകുന്ന ഗോൾ പൂച്ചർ. സോർട്ട് ചെയ്ത് കാണിക്കാം. അത് കിട്ടിയവർക്കറിയാം. അത് മാരക പെർഫോമൻസ് വരുന്നൊരു കാർഡാണ്. കളിപ്പിച്ചിട്ടുള്ളവർക്കറിയാം. നല്ല അടിപൊളി ഒരു കാർഡാണ്. ഞാനത് ഓൺലി ഓൺലൈൻ മാച്ച് മാത്രം, ഡിവിഷൻ മാച്ച് കളിക്കാനുള്ള. അതിൽ ക്ലബ്ബ് ആഡാക്കിയിട്ടില്ല. കൺട്രി കത്താനില്ലേ, 290 മത്സരം 166 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അമ്മാതിരി അടിപൊളി കാർഡ്. അപ്പം ഈ വർഷം വന്ന ഒന്നും കൂടെ പവർ ഗോൾ ബ്ലിറ്റ്സ്കറിലും കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡ് എടുക്കാൻ മെയിൻ കാരണം. അതാണ് ഞാൻ ആദ്യം സണ്ണിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ കാര്യം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഏതായാലും കളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.